So hello guys, welcome to our channel. We are video. If we Instagram, we have trend on photos GTA San Andreas style edit type reels. So in this video, we will simple smartphone photo PicsArt edit GTA San Andreas style. So channel photography and filmmaking related channel subscribe subscribe and a bell button press cheyidal ഞാൻ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അധികം ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം നല്ലൊരു ഫോട്ടോ നമുക്ക് എടുക്കണം. നമ്മുടെ മുൻപ് ഇരിക്കുന്ന ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഇതിനായിട്ട് പുതിയൊരു ഫോട്ടോ നമ്മുടെ ഫോണിൽ എടുക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഈ ഒരു സെയിം ഗെയിമിൽ തന്നെ ബാക്കി ക്യാരക്ടേഴ്സിന്റെ കൂടെ നമ്മുടെ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് GTA San Andreas ബാക്ക്ഗ്രൗണ്ട് എന്നോ അതല്ലെങ്കിൽ GTA San Andreas HD images എന്ന് അടിച്ചാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് വരും. അപ്പോൾ എന്തായാലും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ നമുക്ക് 3 ക്യാരക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതിലത്തെ നടുക്കിൽ നിൽക്കുന്ന ഒരു റൈഡർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഈ ക്യാരക്ടറിന്റെ ഫോട്ടോ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോ നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്കൊരു ക്യാപ്പ് യൂസ് ചെയ്യണം, ഒരു ഗ്ലാസ് യൂസ് ചെയ്യണം, ഒരു ഗ്രീൻ കളർ ഷർട്ട്, ഒരു ബ്ലൂ കളർ ജീൻസ്, അതുപോലെ തന്നെ കയ്യിൽ ഒരു ഫയർ ബോട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഫോട്ടോ ആണ് നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിന്റെ ഫേസിലോട്ട് വന്നിരിക്കുന്ന ലൈറ്റാണ്. നമ്മുടെ ഫ്രെയിമിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ എൻ്റെ അനിയനെ ഇവിടെ നിർത്തി അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ ഇതേപോലത്തെ ലൈറ്റിങ്ങിൽ നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിൽ നമ്മൾ നോർമലായിട്ടൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ PicsArt ഓപ്പൺ ചെയ്യുക. PicsArt ഓപ്പൺ ചെയ്ത് നമ്മൾ ആ ഒരു ഫോട്ടോ നമ്മൾ PicsArtൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് പറയുന്നത് വളരെ ചെറിയ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ വരുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ താഴെ FX എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. നമ്മളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളൊന്ന് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് നമുക്കിവിടെ മാജിക് എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഉണ്ട്. അത് നമ്മളെടുത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിനടുത്ത് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ഏറ്റവും ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അൺഡെഡ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ്. നമ്മളത് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഫോട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫിൽറ്റർ തന്നെ ഒരു വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഏത് ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജിൻ്റെ കളർ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു 3 സർക്കിൾസിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ കളേഴ്സ് വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫെയ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിൽറ്ററിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെയ്ഡ് നമ്മൾ ജസ്റ്റ് ഒരു 40-54 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് നമ്മൾ ഇടാണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇമേജ് ഓഫ് ടേക്കൺ. നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു ഫിൽറ്റർ ആഡ് ചെയ്ത് നമ്മൾ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നമുക്ക് വീണ്ടും ഈ ഒരു സെയിം മാജിക് സെക്ഷനിൽ നമുക്ക് ഒരു ഫിൽറ്ററും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ബാഡ് ലാൻസ് എന്ന് പറയുന്ന ഫിൽറ്ററാണ്. നമ്മൾ ജസ്റ്റ് അതും ഒന്നുകൂടി ടാപ്പ് ചെയ്തു. ഫിൽറ്റർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു 3 സർക്കിൾസിൽ നമ്മൾ ടാപ്പ് ചെയ്തു. ഫെയ്ഡ് ഓപ്ഷൻ നമ്മൾ കൊണ്ടുവന്നു ഒരു 57-60 എന്ന് പറയുന്ന റേഞ്ചിൽ. അത് നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് നിങ്ങളൊന്ന് ഓപ്ഷൻസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. വീണ്ടും ആ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ തിരിച്ച് FXലോട്ട് വരിക. മാജിക് സെക്ഷനിൽ നമ്മുടെ 3ാമത്തെ ഫിൽറ്റർ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ആഡ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും കളറൈസ് ഓപ്ഷൻ കൊടുക്കുക. ഫെയ്ഡ് നമ്മുടെ ഇമേജിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ടിക്ക് കൊടുക്കുക. ഇമേജ് നമ്മൾ ഇതേപോലെ തന്നെ സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ വാൾപേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജ് നമ്മൾ PicsArtൽ ഓപ്പൺ ചെയ്യാം. ഇനി നമ്മളിവിടെ ആ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന ക്യാരക്ടറിനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കളർ കറക്റ്റ് ചെയ്ത ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യും. ജസ്റ്റ് റീസൈസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇമേജ് കറക്റ്റ് സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യുക. നമ്മളൊരു അടിയിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കട്ട് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേഴ്സൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിന് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഇവിടെ മാച്ച് ആവുന്ന പറ്റും. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിനെ അതിന് മുകളിലായിട്ട് നമ്മൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് റീസൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ സൈസ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അഡ്ജസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. അതല്ലെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് സാച്ചുറേഷൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് അപ്പുറത്ത് നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സായിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഹ്യൂ ഉണ്ട്, ഹൈലൈറ്റ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്കിൻ ടോൺ ആയാലും ഡ്രസ്സിൻ്റെ കളറായാലും എല്ലാം നമ്മൾ ഷാഡോസൊക്കെ ഒന്ന് കൂട്ടി നമ്മൾ ഒരുവിധം മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു ടിക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഏകദേശം ഒരു രൂപം കിട്ടി.
ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആ ഒരു റൈഡർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കയ്യിൽ ഒരു ഫയർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫയർ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ താഴെ നമ്മൾ സ്റ്റിക്കർ സെക്ഷനിലോട്ട് പോയിക്കാൻ നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഫ്ലെയിം എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഇതേപോലത്തെ ഒരു ഫ്ലെയിം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് റീസൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ബോട്ടിലിൻ്റെ ഓപ്പണിങ്ങിലായിട്ട് നമ്മൾ ആ ഒരു ഫയർ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ടിക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു സ്റ്റിക്കർ കൂടെ ആഡ് ചെയ്യണം. നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റിക്കർ സെക്ഷനിലോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് GTA San Andreas സ്റ്റിക്കർ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് മാച്ചിങ് ആണ്. നിങ്ങൾക്ക് ഇനി ഫെർദർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് മാച്ച് ചെയ്യിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.